പൈൽസ്, ഹെമറോയിഡ്സ് അഥവാ മൂലക്കുരു. അപ്പോൾ എന്താണ് ഇത് എന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. യൂട്രസിൽ എന്തെങ്കിലും മുഴകളോ സിസ്റ്റോ എന്തെങ്കിലും ഉള്ള ആളുകളിലും ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഏസ്കുലസ്, നെക്സ്വോമിക്ക, സൾഫർ, അങ്ങനെ ഫോസ്ഫറസ് തുടങ്ങിയ പല മരുന്നുകളും നമുക്ക് ഉണ്ട്. ഒരു രോഗിയുടെ കൃത്യമായ രോഗവിവരണവും അവരുടെ ലക്ഷണങ്ങളും ഒരു മാനസികവും ശാരീരികമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ ഇതിനെതിരായി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഹായ് എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് സർവ്വസാധാരണമായി ആളുകളിൽ കണ്ടുവരുന്ന ഒരസുഖത്തെക്കുറിച്ചാണ്. പൈൽസ്, ഹെമറോയിഡ്സ് അഥവാ മൂലക്കുരു. അപ്പോൾ എന്താണ് ഇത് എന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. അപ്പോൾ എന്താണ് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് നമുക്ക് നോക്കാം. മലദ്വാരത്തിൻ്റെ രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന വീക്കമാണ് പൈൽസ്, ഹെമറോയിഡ്സ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത്. അത് പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങി വരികയും, അതായത് പല പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിൽ അത് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയാണ് മൂലക്കുരു അഥവാ പൈൽസ്, ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഇന്ന് ഇത് സർവ്വസാധാരണമായി പ്രായഭേദമന്യേ കണ്ടുവരുന്നുണ്ട്. കുട്ടികളിൽ പോലും ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾ ഇത് തുറന്ന് പറയാനുള്ളൊരു മടി കാരണം രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റിനായി വരുന്നത്. ഇത് സാധാരണയായി 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പൈൽസ്. പേരുകൾ പറയുന്ന പോലെ തന്നെ ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ ഉള്ളിലും, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പുറത്തും. ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിലുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ആ വീക്ക്, ഇത് സാധാരണയായി അധികം പെയിൻഫുള്ളോ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ, അതായത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പതുക്കെ പതുക്കെ മലത്തോടു കൂടെയോ അല്ലെങ്കിൽ മലം പോയതിനു ശേഷമോ മലശോധനയ്ക്ക് ശേഷമോ ചെറുതായിട്ട് ബ്ലീഡിങ് കണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ആളുകൾ പലപ്പോഴായി ട്രീറ്റ്മെൻറ്റിന് എത്തുന്നതും എക്സ്റ്റേണൽ പൈൽസ് മൂലമാണ്. അതായത് മലദ്വാരത്തിൻ്റെ വശങ്ങളിലുള്ള രക്തക്കുഴലുകൾ അവിടെ തടിച്ച്, അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള മാംസങ്ങളിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേദനയേക്കാൾ കൂടുതൽ ഇത് വരുന്നത് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ മലശോധനയ്ക്ക് ശേഷം ഉണ്ടാകുന്ന തുള്ളി തുള്ളിയായിട്ട് പോകുന്ന ബ്ലീഡിങ്, അതുപോലെ തന്നെ ചൊറിച്ചിൽ, നീറ്റൽ, പിന്നെ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ. ഈ പുറത്തേക്ക് തള്ളി വരുന്നതിന് പല ഗ്രേഡായിട്ട്, അത് കൂടുതൽ രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുമ്പോൾ അത് പുറത്തേക്ക് തള്ളി നിൽക്കുകയും ആ തടിപ്പ് അവിടെ തന്നെ നിൽക്കുന്നത് പോലെയും അനുഭവപ്പെടാറുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരമ്പര്യമായിട്ട് ഇത് വരാമെങ്കിലും വയറിനകത്ത് വരുന്ന അമിതമായ പ്രഷർ മൂലം ആ വരുന്ന സാഹചര്യത്തിലാണ് ഈ പൈൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ വയറിനകത്ത് എന്തുകൊണ്ടൊക്കെയാണ് ഈ അമിതമായിട്ടുള്ള പ്രഷർ വരുന്നത്? നമ്മൾ കൂടുതലായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് മലം പോകാൻ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മലബന്ധം, നമ്മുടെ ജീവിതശൈലി വന്നിട്ടുള്ള മാറ്റം, അതായത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവ്, അതുപോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളുടെ കുറവ്, ഷുഗർ ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിക്കുകയും, അതുപോലെ മസാല അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ്, സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം നമുക്ക് ഓവറായിട്ട് കഴിക്കുകയും അങ്ങനെ ദഹനക്കേട് അല്ലെങ്കിൽ ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ മലബന്ധം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുമൂലം നമുക്ക് കൂടുതലായിട്ട് ടോയ്ലറ്റിൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ പതുക്കെ പതുക്കെ ഇത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഒക്കെ ഈ ഒരു അസുഖം കാണുന്നുണ്ട്. യൂട്രസിൽ എന്തെങ്കിലും മുഴകളോ സിസ്റ്റോ എന്തെങ്കിലും ഉള്ള ആളുകളിലും ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് ഇന്നൊരു തെറ്റായ ധാരണയുണ്ട്. അതായത് ആ ഭാഗത്ത് അല്ലെങ്കിൽ ഏനൽ റീജിയനിൽ എന്തൊരു അസുഖം വന്നാലും അത് പൈൽസ് ആയിട്ടാണ് അവർ പറയാറ്. പക്ഷേ ചില സമയത്ത് അത് പൈൽസ് ആവാം, ഫിഷർ ആവാം, ഫിസ്റ്റുല ആവാം. അത് അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാം. അതായത് ഫിഷർ എന്താണെന്നും ഫിസ്റ്റുല എന്താണെന്നും അറിഞ്ഞാലേ നമുക്ക് ഇതിലേതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് ഫിഷർ എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഫിഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ആ മലദ്വാരത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്ന വിണ്ടുകീറലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏനൽ റീജിയനിൽ ഉണ്ടാവുന്ന നമ്മളെ മലാശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മലദ്വാരത്തിൻ്റെ അവിടേക്ക് വരുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പണിങ്, ഒരു ചെറിയൊരു ഓപ്പണിങ്ങിനെയാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷറുള്ള ആളുകൾക്ക് വളരെയധികം പെയിൻഫുള്ളായിരിക്കും, ഭയങ്കര വേദനയായിരിക്കും. അവർക്ക് ഒരു അരമണിക്കൂറോ, ഇത് മലവിസർജനത്തിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം വേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ചില സമയത്ത് ഫിഷറിൻ്റെ കൂടെ പൈൽസ് കൂടി വരുമ്പോൾ
വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് വരുന്നത്. അതുപോലെ തന്നെ ഫിസ്റ്റുലയുള്ള പേഷ്യൻസിന് നീരൊലിപ്പ്, അവിടെ ഒരു തടിപ്പ്, അങ്ങനെ പല ലക്ഷണങ്ങളും കാണാറുണ്ട്. അപ്പോൾ ഇത് രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതെ നമ്മൾ ചികിത്സ എടുക്കേണ്ട ഒരു അസുഖം ആണ്. നമ്മളിത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് നോക്കാം. ആദ്യം തന്നെ വെള്ളം നന്നായി കുടിക്കുക. 2.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. അതുപോലെ തന്നെ നാരുകളടങ്ങിയ ഭക്ഷണം, നോൺ വെജ്, മസാല, സ്പൈസസ്, ഫാസ്റ്റ് ഫുഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. അതുപോലെ ടോയ്ലറ്റ് ട്രെയിനിങ്, പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ചെറുപ്പം മുതലേ കുട്ടികളിൽ വളർത്തിയെടുക്കുക. നമ്മുടെ അമിതവണ്ണം കുറയ്ക്കുക. അങ്ങനെ നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഈ ഒരു അസുഖം പരമാവധി കുറയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വ്യായാമം, ദിവസവും അരമണിക്കൂറെങ്കിലും നമുക്ക് വ്യായാമം ചെയ്യാനുള്ള സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മളെ മസിലിന് റിലാക്സേഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒന്നാണ്, നമ്മൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ, അത് IT ഫീൽഡിലും പല മേഖലകളിലും കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണുള്ളത്. അപ്പോൾ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ 10 മിനിറ്റെങ്കിലും എണീറ്റ് നിൽക്കാനോ ഒന്ന് നടക്കാനോ ശ്രമിക്കുക. നമ്മുടെ ഡയറ്റിൽ ഇലക്കറികൾ, അതുപോലെ ഫ്രൂട്ട്സ്, സലാഡ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ ഒരു ബേസിനിൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ലേശം ഉപ്പിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ദിവസവും 2 നേരമായിട്ട് 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കുറേ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാവുന്നതാണ്. കൃത്യമായ രീതിയിൽ കൃത്യമായ ചികിത്സ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇതിനെതിരെ ഫലപ്രദമായ പല മരുന്നുകളും ലഭ്യമാണ്. എസ്കുലസ്, നെക്സ്വോമിക്ക, സൾഫർ, അങ്ങനെ ഫോസ്ഫറസ് തുടങ്ങിയ പല മരുന്നുകളും നമുക്ക് ഉണ്ട്. ഒരു രോഗിയുടെ കൃത്യമായ രോഗവിവരണവും അവരുടെ ലക്ഷണങ്ങളും ഒരു മാനസികവും ശാരീരികമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ ഇതിനെതിരായി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശേരി.